അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തരാൻ പോകുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫ്രിമേഷൻ ആണ്. ഒരു അഫ്രിമേഷൻസ് നിങ്ങൾ വളരെ സീക്രട്ട് ആണ്, ആരോടും പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള മറ്റൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തരാൻ പോകുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫ്രിമേഷൻ ആണ്. ഇത് വേണ്ടവർ റെഡിയാണോ? ക്ലാസ്സിലേക്ക് റെഡിയാണോ എല്ലാവരും? ക്ലാസ് കയറാൻ ക്ലാസ്സിൽ കേൾക്കാൻ എല്ലാവരും റെഡിയാണെന്ന് പറയൂ. കമോൺ കമോൺ, പറഞ്ഞു ടൈപ്പ് ചെയ്തിട്ടോളൂ. ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വെറും റെഡി പോരാ. ഐ എം ഹാപ്പി ആൻഡ് റെഡി. ഐ എം ഹാപ്പി ആണ്, മറന്നുപോയോ? ഐ എം ഹാപ്പി ആൻഡ് റെഡി. മറ്റേ ശുഭാപ്തി വിശ്വാസം വേറെയാണ്. ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി. പോരട്ടെ, സ്പീഡ് പോരട്ടെ. നെറ്റിന്റെ സ്പീഡ് പോരാൻ തോന്നുന്നു. കമോൺ 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 കമോൺ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയം എന്താണ്? ഇന്നത്തെ വിഷയം ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇത് വേണ്ടവർ മാത്രം ടൈപ്പ് ചെയ്താൽ മതി, ഇല്ല മിണ്ടാതിരുന്നു. ആർക്കാ വേണ്ടതല്ലേ? അൺഎക്സ്പെക്ടഡ് മണി കിട്ടുകയാണെങ്കിൽ ആർക്കാ വേണ്ടത്? ചുമ്മാ ആയിരിക്കും. ആർക്കാ വേണ്ടത്? അൺഎക്സ്പെക്ടഡ് മണി അല്ലെ? അതാണ് ഇന്ന് അഡ്മിൻ ഇട്ടെന്ന് തോന്നുന്നു. അല്ല, അപ്രതീക്ഷിത ധനം 21 തവണ പറഞ്ഞാൽ അപ്രതീക്ഷിത ധനം കിട്ടും. അപ്പൊ നോക്കിയേ, വേണോ? വേണ്ടല്ലേ? എന്നപ്പോ നമ്മൾ നിർത്താം. അൺഎക്സ്പെക്ടഡ് മണി വേണോ എന്നുള്ളത്. പോകുന്ന വഴിക്ക് കിട്ടിയിരിക്കട്ടെ. യെസ്, വേണം വേണം. ഓക്കെ, ഏതായാലും സംഭവിക്കട്ടെ. തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്രതീക്ഷിതമായ ധനം വരാൻ. എന്തുകൊണ്ട് ഈ ധനത്തെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ? ഞാൻ ഉദ്ദേശിക്കുന്നത് പണമല്ല കേട്ടോ. ധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണം മാത്രമല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന സർവ്വ കാര്യങ്ങളിലും നമ്മളുടെ വെൽത്തിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുക. സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ക്ഷേമം, എന്താ പറയുക, സുഖം, സന്തോഷം, ഇതൊക്കെ പറയുന്നത് അബൻഡൻസിനെ പറ്റിയിട്ടാണ്. അബൻഡൻസ് നമുക്ക് എപ്പോഴാണോ നിറവ് അല്ലെ, നിറവ് എപ്പോഴാണോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് എല്ലാം ലഭിക്കുകയുള്ളൂ. നിറവ് നമുക്ക് ഫീൽ ചെയ്യണം. ഇതൊരു ഇമോഷനായിട്ട് ഫീൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. അൺഎക്സ്പെക്റ്റഡ് മണി എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ കറൻസിയിൽ മാത്രം ഒതുങ്ങും. കറൻസി എടുത്തിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറൻസി കിട്ടിയോണ്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ മറ്റെന്തെങ്കിലും ഒരു വെൽത്തിലേക്ക് അതിനെ മാറ്റും. ചിലപ്പോൾ നമുക്ക് വീട് വെക്കാൻ ഉപയോഗിക്കും, മറ്റത് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്. എന്ന് വെച്ചാൽ അത് വെൽത്ത് അല്ലാതായി മാറുമോ? മണി അല്ലാതായി മാറുമോ? മണി കൊണ്ടാണ് എല്ലാം നേടുന്നത്. അതുകൊണ്ട് ഇപ്പൊ അൺഎക്സ്പെക്ടഡ് മണി കിട്ടുക, അല്ലെങ്കിൽ ഒരു മണി കിട്ടിയാൽ നമ്മൾ പിന്നെ തൊട്ടടുത്ത് ചെയ്യുന്നത് എന്തായിരിക്കും? ഹെൽത്തിന് വേണ്ടി നമ്മൾ നല്ല ഫുഡ് കഴിക്കാൻ നിൽക്കും. അപ്പോൾ ആ വെൽത്തും ഹെൽത്ത് കിട്ടിയതും ഈ മണി കൊണ്ട് തന്നെയാണ്. അതിനെ ഒന്ന് വേർതിരിച്ചറിയുക. ഒൺലി കറൻസി അല്ല നമ്മുടെ വിഷയം. എവറിഥിങ് ഇൻക്ലൂഡഡ് ഓഫ് അബൻഡൻസ്. ആ അബൻഡൻസ് ആണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ കാര്യം പറയുന്നത് വളരെ ലളിതമായിട്ട് 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, 2 അഫർമേഷൻസ് മാത്രം ഡയറക്റ്റ് നിങ്ങൾക്ക് തരികയാണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഒരു അഫർമേഷൻസ് നിങ്ങൾ വളരെ സീക്രട്ടാണ്, ആരോടും പറയരുത്. ഒറ്റ അഫർമേഷൻസ് നിങ്ങൾക്ക് ആർക്ക് വേണം പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇത്ര പേർക്ക്, 123 പേർക്ക്, ഇവർക്ക് മാത്രമുള്ള അഫർമേഷൻ ആണ്. മറ്റത് നിങ്ങൾ ആർക്ക് വേണം പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നോക്കൂ, എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒന്നും അത് ചെയ്യേണ്ടതില്ല. എല്ലാ ദിവസവും നിങ്ങൾ സമ്പത്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വസ്ഥമായിട്ട് എപ്പോഴാണോ എവിടെയാണോ ഇരിക്കുക, ബാക്കി ഞാൻ വീണ്ടും സ്വസ്ഥമായി പറയാം. സ്വസ്ഥമായി നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇരുന്നോളൂ. അതൊന്നും കണ്ടീഷൻ ഇല്ല, സ്വസ്ഥമായിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുമോ? ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും. യെസ്, ഞാൻ സ്വസ്ഥമായി ഇരിക്കാറുണ്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്ത്. 90% ആൾക്കാർ സ്വസ്ഥമായി ഇരിക്കാറില്ല എന്ന് എനിക്കും അറിയാം. വളരെ കുറവാണ്. ഇപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഈ സംഭവം നിങ്ങൾ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ ഈ പറയുന്ന വാക്ക് വിശ്വാസത്തോടുകൂടി ആവർത്തിച്ച് പറയുക. എത്ര തവണ എന്നത് നിങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് എത്ര തവണ പറയാൻ പറ്റും, ഇത് മാത്രമാണ് ഇതിന്റെ കണ്ടീഷൻ. നിങ്ങൾക്ക് എത്ര തവണ പറയാൻ പറ്റും അത്രയും തവണ ആവർത്തിച്ച് പറയുക. ദിവസവും ചെയ്യണം. എത്ര ദിവസം ചെയ്യണം? നോ ലിമിറ്റേഷൻസ്. ദിവസവും ചെയ്യണം. നിങ്ങൾക്ക് എന്നാണോ സമ്പത്ത് വേണ്ടാത്തത് അന്ന് നിർത്തിക്കോ. അതുവരെ നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമോ? ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവുമോ? എന്ന് മുതൽ എനിക്ക് സമ്പത്ത് വേണ്ട എന്നുള്ളൊരു ദിവസം ഉണ്ടാകുമോ? ഉണ്ടാകും. പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ
സമയമുണ്ട്, അത് പറ്റൂല അവിടെ. അതാണ്. അപ്പൊ എല്ലാ ദിവസവും ആശ്ചര്യകരമായ മാറ്റത്തിന് വേണ്ടി തയ്യാറാവുക. ആ വാക്കുകൾ ഇങ്ങനെയാണ്, എഴുതി വെച്ചോളൂ. ഞാൻ സമ്പത്തിന്റെ ആകർഷണ ശക്തിയാണ്. ഞാൻ സമ്പത്തിന്റെ ആകർഷണ ശക്തിയാണ്. ധനവും സമൃദ്ധിയും എന്നിലേക്ക് സ്വാഭാവികമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്രതീക്ഷിതമായ സമ്പത്ത് വിവിധമായ മാർഗങ്ങളിൽ നിന്നും എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സമ്പത്തിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. എൻ്റെ ധനവിജയം ഉറപ്പാണ്. ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. എത്ര സമയം എന്നതിന് പ്രശസ്തിയില്ല, എപ്പോൾ എന്നതിന് പ്രശസ്തിയില്ല, എവിടെ എന്ന് പ്രശസ്തിയില്ല. നിങ്ങൾ സ്വസ്ഥമായിരിക്കുകയും നിങ്ങൾക്ക് ഇത് ആവശ്യമാണെന്ന് തീരുമാനിക്കുന്ന ഏത് സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എത്ര പ്രാവശ്യം വേണമെങ്കിൽ ദിവസത്തിൽ പ്രാക്ടീസ് ചെയ്യാം. എത്ര തവണ ചെയ്യണം എന്നതിന് ലിമിറ്റില്ല, എത്ര കാലം ചെയ്യണമെന്ന് ലിമിറ്റില്ല. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഭാഗമായി നിൽക്കേണ്ട കാര്യമായതുകൊണ്ട് there is no limitations. അപ്പോൾ ഇത്രയും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. നിത്യജീവിതത്തിൽ മാറ്റമുണ്ടാക്കുക. സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു.